പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 3 ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിലെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. The sum due to the retiring partner do not include, അതായത് റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കിട്ടേണ്ടതല്ലാത്ത എമൗണ്ട് ഇതിൽ ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് അദ്ദേഹത്തിന് കിട്ടേണ്ടതാണ്. ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ഹിസ് കറണ്ട് അക്കൗണ്ട്, ഹിസ് ഷെയർ ഓഫ് ഗുഡ് വില്, ദെൻ ഫ്യൂച്ചർ ഏർണിംഗ്സ് ഓഫ് ദ ഫേം ആഫ്റ്റർ ഹിസ് റിട്ടയർമെന്റ്, അദ്ദേഹത്തിന് റിട്ടയർമെന്റിന് ശേഷമുള്ള ഫ്യൂച്ചർ ഏർണിംഗ്സ് അദ്ദേഹത്തിന് കിട്ടാനായിട്ടുള്ള അവകാശം ഇല്ല. വിച്ച് വൺ ഓഫ് ദ, അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. ദെൻ സെക്കൻഡ് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡെബിറ്റ് ഹാസ് ടു ബി മെയ്ഡ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് റിട്ടയറിംഗ് പാർട്ട്ണർ. ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റംസ്: ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്, സാലറി ഓർ കമ്മീഷൻ if due to him after the date of retirement, his share in the gain of revaluation of asset and liability, his share of accumulated losses. അപ്പോൾ ഇതിൽ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഷെയർ ഓഫ് അക്യുമുലേറ്റഡ് ലോസസ് ആണ്. കാരണം ഡെബിറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള നഷ്ടങ്ങളെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യാറുള്ളത്. Then third one, in the absence of any information regarding acquisition of sharing profit of retiring or deceased partner by remaining partners, it is assumed that they will acquire his or her share old profit sharing ratio. അതായത് താഴെ തന്നിട്ടുള്ള in the absence of any information regarding acquisition of sharing profit of retiring or deceased partner, റിട്ടയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ അക്വയർ ചെയ്യേണ്ട ഒരു ഇൻഫർമേഷൻ അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ അവർ, അതായത് റിമൈനിങ് പാർട്ട്നേഴ്സ് അവരുടെ ഷെയർ ചെയ്യേണ്ടത് ഏത് റേഷ്യോയിലാണ്? ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 4 items to be credited to the retiring partners capital account while preparing capital account on retirement. താഴെ കൊടുത്തിരിക്കുന്ന അതായത് താഴെ നമ്മളോട് എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും 4 ഐറ്റംസിന്റെ പേരാണ്. അതായത് റിട്ടയർമെന്റ് സമയത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എഴുതേണ്ട 4 ഐറ്റംസ്. അതിലൊന്ന് credit balance of his capital account, credit balance of his current account, share of goodwill, share of accumulated profit, sharing the gain of revaluation of asset and liability, share of profit up to the date of retirement or death, in the interest of his capital if involved up to the date of the retirement or death, salary or commission if any due to him up to the date of retirement or death. ഇത്രയും ഇൻഫർമേഷൻസ് ആണ് നമുക്ക്, ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് എഴുതേണ്ടത്. ഇത് പഠിച്ചു വയ്ക്കുക. നമ്മളോട് എത്ര ഐറ്റംസ് ആണ് ചോദിച്ചിരിക്കുന്നത് അത്ര ഐറ്റംസ് നിങ്ങൾ എക്സാമിന് എഴുതാം. ഒരു ഇലസ്ട്രേഷൻ നമുക്ക് നോക്കാം. Murali, Naveen and Om Prakash are partners sharing profit in the ratio of 3/8, 1/2 and 1/8. Murali retires and surrenders 2/3 of his share in the favor of Naveen and the remaining share in the favor of Om Prakash. Calculate the new profit sharing and the gaining ratio of remaining partners. നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഗെയിനിങ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 പേരുടെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഓൾഡ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 3/8, 1/2 ആൻഡ് 1/8. ഇതിൽ മുരളിയാണ് റിട്ടയർ ആവുന്നത്. സറണ്ടർ 2/3 ഓഫ് ഹിസ് ഷെയർ ഇൻ ദ ഫേവർ ഓഫ് നവീൻ, അദ്ദേഹത്തിന്റെ 2/3 ഷെയർ ആർക്ക് കൊടുക്കുന്നു? നവീനു നൽകുന്നു. ആൻഡ് റിമൈനിങ് ഷെയർ, ബാക്കി ഷെയർ ഓം പ്രകാശിന് നൽകുകയാണ് ചെയ്യുന്നത്. അതായത് 2/3 ബാക്കി 1/3 ഓം പ്രകാശിന് നൽകുന്നു. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് ആൻഡ് ഗെയിനിങ് റേഷ്യോ ഓഫ് റിമൈനിങ് പാർട്ട്നേഴ്സ്. നമുക്കിവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം ഓൾഡ് റേഷ്യോ, നവീന്റെയും ഓം പ്രകാശിന്റെയും ഓൾഡ് റേഷ്യോ നമുക്ക് നോക്കാം. 1/2 ആൻഡ് 1/8, അതാണ് നമ്മളിവിടെ എടുത്ത് എഴുതിയത്. 1/2 ആൻഡ് 1/8. Then share acquired by Naveen and Om Prakash from Murali. ഷെയർ നവീനും ഓം പ്രകാശിനും മുരളിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഷെയർ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാം 2/3 ഷെയർ ആണ് സറണ്ടർ ചെയ്യുന്നത്. 2/3 ഓഫ് മുരളിയുടെ ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് എന്താണ്? 3/8 ആണ്. അപ്പോൾ 3/8 2/3 ആണ് നവീന് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്കതിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2/3 ഇൻറ്റു 3/8 എത്ര വരും? 2 ഇൻറ്റു 3 6, 3 ഇൻറ്റു 8 24, 6/24. നമുക്ക് അതിനൊന്നുകൂടി ഷോർട്ട് ആക്കുമ്പോൾ
2/8 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഓം പ്രകാശിനെ നോക്കാം. അപ്പൊ ഇവിടെ 2/3 ആണ് ഷെയർ ചെയ്തെങ്കിൽ ബാക്കി 1/3 ആണ് ആർക്ക് കിട്ടുന്നത്? ഓം പ്രകാശിന് കിട്ടുന്നത്. ഏതിലത്തെ 3/8 1/3 പോർഷൻ. അപ്പൊ 1/3 into 3/8. അപ്പൊ 3/24 ആണ് വരിക. 1 into 3 3, then 3 into 8 24. 3/24 നമുക്ക് ഷോർട്ട് ആക്കുമ്പോൾ 1/8 കിട്ടുന്നു. Then അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഷെയർ ഏത് രീതിയിലാണ് അക്വയർ ചെയ്യണേ എന്നുള്ളത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. സറണ്ടർ ചെയ്തിട്ടുള്ള പോർഷൻ ലഭിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് കിട്ടിയ ന്യൂ പ്രോഫിറ്റ്, അതായത് ഗെയിനിങ് റേഷ്യോ നമുക്ക് എത്രയാണ്? 6:3 ആണ് ഇവിടെ കിട്ടുന്നത്. 6:3 അല്ലെ? 6:3 എന്നുള്ളത് നമുക്ക് ഷോർട്ട് ആക്കുമ്പോൾ 2:1 ആണ് ഇവിടെ ഗെയിനിങ് റേഷ്യോ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ നമുക്ക് കിട്ടിയ എന്താണ്? ഗെയിനിങ് റേഷ്യോ നമ്മൾ കണ്ടെത്തി. എത്രയാണ്? 2:1 ആണ് ഗെയിനിങ് റേഷ്യോ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ന്യൂ ഷെയർ കിട്ടണം. ന്യൂ ഷെയർ കിട്ടാനായിട്ട് ഓൾഡ് ഷെയറും ഈ ഗെയിനിങ് പോർഷനും നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ന്യൂ ഷെയർ കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ന്യൂ ഷെയർ കിട്ടാനായിട്ട് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന റേഷ്യോസ് രണ്ടും നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. 1/2 പ്ലസ് 2/8. 2/8 ഗെയിനിങ് റേഷ്യോ ആണ്. 1/2 ഓൾഡ് ഷെയർ ആണ്. ദെൻ ഇവിടെ തന്നിട്ടുള്ള ഓം പ്രകാശിന്റെ 1/8 ഓൾഡ് ഷെയർ കിട്ടിയ ഗെയിനിങ് 1/8. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് കണ്ടത് നവീന്റെയാണ്. നവീന്റെ 1/2 പ്ലസ് 2/8. അപ്പൊ നമുക്ക് വരുന്നത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമത്? 1/2 ആണ്. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ വ്യത്യാസമുണ്ട് അല്ലെ? 8 ആണ് ഇവിടെ ഡിനോമിനേറ്റർ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെയും, അതായത് 1/2നെയും നമുക്ക് 8ലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റു 4 ചെയ്യുന്നു. 1/2നെ നമ്മൾ കോമൺ ആയിട്ട് ഇൻറ്റു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് 4/8. 1 into 4, 2 into 4, 4/8 പ്ലസ് എന്താണ്? 2/8. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് 6/8. 6/8നെ നമുക്ക് ഒന്നുകൂടി ഷോർട്ട് ആക്കുമ്പോൾ 3/4 കിട്ടി. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ 3/4 ആണ് നമുക്ക് കിട്ടുന്ന ന്യൂ ഷെയർ. ആരുടെ? നവീന്റെ. അടുത്ത നമുക്ക് ഓം പ്രകാശിന്റെ ന്യൂ ഷെയർ കാണണം. 1/8 പ്ലസ് 1/8 ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. 2/8. 2/8നെ നമുക്ക് ഒന്നുകൂടി ഷോർട്ട് ആക്കി കഴിഞ്ഞാൽ 1/4 കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് വരുന്ന ന്യൂ ഷെയർ എത്രയാണ്? 3/4ഉം 1/4ഉം ആണ്. ഡിനോമിനേറ്റർ സെയിം ആണ്, അതുകൊണ്ട് നമുക്ക് 3:1 ആണ്. 3:1 ആണ് ന്യൂ ഷെയർ റേഷ്യോ. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്? 3:1 ആണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പൊ നമ്മളിവിടെ കണ്ടെത്തിയത് ഗെയിനിങ് റേഷ്യോ 2:1ഉം ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്? 3:1 എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. നെക്സ്റ്റ് ഒരു പ്രോബ്ലം, നമ്മൾ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആണ്. പേയ്മെന്റ് ഇൻ ഇൻസ്റ്റാൾമെന്റ്സ് ആയെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പാർട്ട്നേഴ്സിന്റെ പാർട്ട്ണറുടെ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് X, Y and Z are partners in a firm. Y retires and the date of retirement ₹60,000 become due to him. അതായത് 3 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ Y ആണ് റിട്ടയർ ആവുന്നത് 60,000 രൂപയ്ക്ക്. X and Z promise to pay him in installment every year at the end of the year. എക്സും സെഡും പ്രോമിസ് ചെയ്യാണ് എന്ത് ചെയ്യാന്ന്? ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേയ്മെന്റ് നൽകിക്കൊള്ളാമെന്ന്. പ്രിപ്പയർ വൈസ് ലോൺ അക്കൗണ്ട് ഇൻ ദ ഫോളോയിങ് കേസ്. നമുക്ക് തയ്യാറാക്കേണ്ടത് വൈയുടെ ലോൺ അക്കൗണ്ട് ആണ്. When the payment is made up for yearly installment plus interest at the rate of 12% per annum on the unpaid balance. അപ്പൊ ഇവിടെ പേയ്മെന്റ് 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, കൂടെ ഇൻട്രസ്റ്റ് 12% കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തയ്യാറാക്കാം. എങ്ങനെയാണ് വൈയുടെ ലോൺ അക്കൗണ്ട് തയ്യാറാക്കുന്നത് നോക്കാം. ഫോർമാറ്റ്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് അങ്ങനെ തന്നെയാണ്. അതിൽ നമ്മൾ ആദ്യം എഴുതുന്ന എൻട്രി എന്ന് പറയുന്നത് ട്രാൻസ്ഫറിംഗ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഹിസ് ലോൺ അക്കൗണ്ട് ആണ്. അപ്പൊ അതിന്റെ എൻട്രി വരുന്നത് എങ്ങനെയാണ്? റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. ഇവിടെ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ആരാണ്? വൈ ആണ്. അപ്പൊ വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു വൈസ് ലോൺ അക്കൗണ്ട് ആണ്. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് എഴുതുന്നു? വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ് എമൗണ്ട്? 60,000 എഴുതുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇൻട്രസ്റ്റ് ഡ്യൂ ആവണത് എഴുതണം. അപ്പൊ അതിന്റെ എൻട്രി എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ അക്കൗണ്ട് ഡെറ്റർ ടു വൈസ് ലോൺ അക്കൗണ്ട് ആണ് വരിക. അപ്പൊ നമ്മള് വൈയുടെ ലോൺ അക്കൗണ്ടില് ബൈ ഇൻട്രസ്റ്റ് 60,000 ഇൻറ്റു 12%. 60,000ന്റെ 12%. അങ്ങനെയാണ് 7,200 വരുന്നത്. 60,000ന്റെ 12%, 7,200. അങ്ങനെ നമുക്ക് ഈ സൈഡിൽ വരുന്നത് 67,200 ആണ്.
ഇനി നമുക്കതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് പേയ്മെന്റ് നടത്തണേന്ന് പറഞ്ഞു അല്ലെ. വൈയും സെഡും എങ്ങനെ പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഓരോ ഇയറും പേയ്മെന്റ് നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ എൻട്രി വരുന്നത് വൈസ് ലോൺ അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് അല്ലെ. അപ്പൊ എങ്ങനെ വരും, ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് 60,000ന്റെ 4 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുമ്പോൾ 60,000 ഡിവൈഡഡ് ബൈ 4 അല്ലെ. അപ്പോഴാണ് 15,000 വരുന്നത്. ഓക്കെ, 60,000 ഡിവൈഡഡ് ബൈ 4 പ്ലസ് ഇൻട്രസ്റ്റ് 7,200 ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 15,000ഉം പ്ലസ് 7,200 അല്ലെ. അങ്ങനെ 22,200 ആണ് ആദ്യത്തെ വർഷം ആർക്ക് കൊടുക്കുന്നത്, വൈക്ക് കൊടുക്കുന്നത്. അപ്പൊ ബാലൻസ് ഉള്ള എമൗണ്ട് നമ്മൾ നോക്കുക. പിന്നെ ബാലൻസ് എത്രയേ ഉള്ളൂ ഇനി കൊടുക്കാനായിട്ട്, 45,000 ആണ്. 67,200 നിന്ന് 22,200 ലെസ് ചെയ്തപ്പോൾ നമുക്ക് 45,000 ആണ് ഇനി കൊടുക്കാനുള്ളത്. അപ്പൊ ഈ ക്ലോസിംഗ് ബാലൻസ് ആണ് നെക്സ്റ്റ് ഇയർ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരിക. ബാലൻസ് ബ്രോട്ട് ഡൗൺ 45,000. ഇനി അതിന്റെ ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് തെറ്റിച്ച് വെക്കരുത്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏതിന്റെ ഇൻട്രസ്റ്റ് ആണ്, 45,000ന്റെ 12% ആണ്. ഓക്കെ, 45,000ന്റെ 12% എത്രയാണ്, 5,400. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്നു. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്നതിൽ മാറ്റമൊന്നുമില്ല, 15,000ന്റെ മാറ്റമില്ല. പ്ലസ് ഇൻട്രസ്റ്റ് മാത്രം നമ്മൾക്ക് കുറയും. 7,200 എന്നുള്ളത് ഇപ്പൊ നമുക്ക് 45,000 ആകുമ്പോൾ അത് എന്തായിട്ട് കുറഞ്ഞു, 5,400 ആയിട്ട് കുറഞ്ഞു. അപ്പൊ 15,000 പ്ലസ് 5,400 അങ്ങനെ 20,400 ആണ് നമുക്ക് ടോട്ടൽ നമുക്ക് ആ വർഷം സെക്കൻഡ് ഇയറിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ബാലൻസ് വരുന്നത് എത്രയാണ് ഇനി, 30,000. ഈ 30,000 എങ്ങനെ കിട്ടി, 50,400ൽ നിന്ന് 20,400 ലെസ് ചെയ്തപ്പോൾ നമുക്ക് 30,000 കിട്ടി. ഈ തേർഡ് ഇയറിൽ നമ്മൾ വരുന്നത് ഈ ക്ലോസിംഗ് ബാലൻസ്, സെക്കൻഡ് ഇയറിലെ ക്ലോസിംഗ് ബാലൻസ് ആണ് തേർഡ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരുന്നത് 30,000. ഈ 30,000ന്റെ 12% ആണ് ഇൻട്രസ്റ്റ്. 30,000ന്റെ 12% അങ്ങനെ 3,600 രൂപയാണ് മൂന്നാമത്തെ വർഷം ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. വീണ്ടും നമ്മൾ മൂന്നാമത്തെ വർഷം വൈക്ക് പേയ്മെന്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്, 15,000ന്റെ ഒപ്പം 3,600 ഇൻട്രസ്റ്റ് ചേർത്ത് കൊടുക്കുന്നു. അങ്ങനെ 18,600 വരുന്നു. അപ്പൊ നമുക്ക് വീണ്ടും ബാലൻസ് നമ്മൾ ചെയ്യുന്നു. അപ്പൊ 33,600ൽ നിന്ന് 18,600 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 15,000 കിട്ടുന്നു. ഓക്കെ, 15,000 കിട്ടി. ദെൻ ആ 15,000 നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക്, നാലാമത്തെ വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, ക്യാരി ഫോർവേഡ് ചെയ്തിട്ടു. അപ്പോൾ ബ്രോഡ് ഡൗൺ ചെയ്തിട്ടു. ബ്രോഡ് ഡൗൺ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ വരുന്നത് 15,000 ആണ്. അതിന്റെ ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നത്, 15,000ന്റെ 12% 1,800. അപ്പോൾ നാലാമത്തെ വർഷം നമ്മൾ ആ കൊടുക്കാനുള്ള എമൗണ്ട് ഫുള്ളും കൊടുത്തു തീർക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടിലേക്ക് 15,000ഉം 1,800. 15,000 ഓൾറെഡി അറിയാം, നാലാമത്തെ 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്നതിന്റെ ഒരു വിഹിതമാണ് നാലാമത്തെ വർഷം നമ്മൾ കൊടുക്കുന്നത്. പ്ലസ് അതിന്റെ ഇൻട്രസ്റ്റ് ഓൾറെഡി കാൽക്കുലേറ്റഡ് ആണ്. അപ്പോൾ 1,800. അങ്ങനെ നമുക്ക് രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് ഇവിടെ കിട്ടും, 16,800. ഒരു ലോൺ അക്കൗണ്ടിന്റെ പ്രോബ്ലം എന്തായാലും എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പൊ നന്നായി പഠിച്ചു വെക്കുക, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്കാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് വർക്ക്ഔട്ട് ചെയ്യണം. കാൽക്കുലേഷൻ ദ എമൗണ്ട് ടു ബി ട്രാൻസ്ഫർഡ് ടു ദ എക്സിക്യൂട്ടീവ്സ് ഹിസ് ലോൺ അക്കൗണ്ട്. അതായത് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എക്സിക്യൂട്ടീവ്സിന്റെ ലോൺ അക്കൗണ്ടിലേക്ക് എത്ര എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ടു ബി ട്രാൻസ്ഫർഡ് ദ എക്സിക്യൂട്ടീവ്സ് ലോൺ അക്കൗണ്ട് ഡിസീസ്ഡ് പാർട്ട്ണർ 36/2018 ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ അസ്യൂമിംഗ് ദാറ്റ്. നമുക്ക് താഴെ തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് ഏത് എമൗണ്ട് ആണ് എക്സിക്യൂട്ടീവ്സിന്റെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ഷെയർ 1/5 ആണ്. Capital balance of deceased partner 60,000. Goodwill of the firm. Firmന്റെ goodwill ആണ് തന്നിരിക്കുന്നത് 2 lakh. Revaluation of loss deceased partner amounted to 15,000. General reserve 25,000. Amount transferred immediately to the deceased partner's bank account 50,000. താഴെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസിൽ നിന്ന് നമുക്ക് ഏത് എമൗണ്ട് ആണ് എക്സിക്യൂട്ടീവ്സിന്റെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് നമുക്ക് കണ്ടെത്തണം. അപ്പൊ ആദ്യം നമ്മൾ ക്യാപിറ്റൽ ബാലൻസ് നമുക്ക് ആദ്യം എടുത്ത് എഴുതാം. അപ്പൊ ക്യാപിറ്റൽ ബാലൻസ് 60,000 അത് അദ്ദേഹത്തിന് കിട്ടാനായിട്ട് അർഹതയുള്ളതാണ്. ദെൻ ഗുഡ്വിൽ ഓഫ് ദ ഫേം അത് നമുക്ക് തന്നിരിക്കുന്നത് 2 lakh ആണ്. അതിൽ 1/5 ആണ് ആർക്ക് കിട്ടേണ്ടത്, ഡിസീസ്ഡ് പാർട്ട്ണർക്ക് കിട്ടാനുള്ളത്. അപ്പൊ 2 lakh into 1/5 അങ്ങനെയാണ് 40,000 ഇവിടെ എഴുതണത്. അതും അദ്ദേഹത്തിന് കിട്ടാനുള്ളതാണ്. ദെൻ റിവാലുവേഷൻ ലോസ് ആണ്. ലോസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് ചെയ്തത്, 15,000 ലെസ് ചെയ്തു. ദെൻ ജനറൽ റിസർവ് ബാലൻസ് ഷീറ്റ് എത്രയാണ്, 25,000 ആണ്. ഈ 25,000ന്റെ റിസർവിന്റെ ഇദ്ദേഹത്തിന് കിട്ടേണ്ട പോർഷൻ 1/5 ആണ്. അപ്പൊ 25,000 into 1/5 അങ്ങനെ 5,000. അപ്പൊ ടോട്ടൽ എമൗണ്ട് അദ്ദേഹത്തിന് കിട്ടാനായിട്ടുള്ളത് 90,000 ആണ്. എന്നാൽ ഈ 90,000 ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എത്ര മാത്രമാണ്, 50,000 ആണ്, 50,000 മാത്രമാണ്. ബാക്കി 40,000 രൂപ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്, ലോൺ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്.
മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. 40,000 രൂപയാണ് അദ്ദേഹത്തിന്റെ ലോൺ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്.